ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് നടൻ മുകേഷിനെതിരെ വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചേ മതിയാവുകയുള്ളൂ എന്ന് CPIM ജില്ലാ കമ്മിറ്റിയിൽ വലിയ രീതിയിൽ അഭിപ്രായമുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. PK ഗുരുദാസൻ വിഭാഗം അതിശക്തമായി അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന നിരവധി പേർ അതിനകത്തുണ്ട്. PK ഗുരുദാസൻ അവശനാണ്, ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന നിരവധി പേരുണ്ട്. അവർ മുകേഷിനെ ഇഷ്ടപ്പെടുന്നില്ല. മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പോലും രണ്ടാം തവണ വന്നപ്പോൾ വീണ്ടും ചോദ്യം ചെയ്തു. കഷ്ടിച്ച് 2000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് കയറിപ്പറ്റിയത്. മുകേഷിനെ ലൈംഗിക പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് വിധേയമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ CPIM ആകെ നാണം കിട്ടു എന്നാണ് ഇവർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. മുകേഷിനെ പോലൊരാളെ എങ്ങനെയാണ് CPIM കൊല്ലം ജില്ലയിൽ, കൊല്ലം നിയോജക മണ്ഡലത്തിലും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലും ഒക്കെ മത്സരിപ്പിക്കാൻ ഉളുപ്പില്ലേ CPIMന് എന്ന് ചോദിക്കുന്നവർ പാർട്ടിക്കകത്ത് തന്നെ നിരവധി പേരുണ്ട്. മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇത്തരത്തിൽ ഒരു ഡയലോഗ് പറയുന്നത് നിങ്ങൾ അതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം ശക്തമായി ചോദിക്കുന്നത്. മുകേഷിനെതിരെ CPIMന്റെ നേതാക്കൾ വരെ പച്ചയ്ക്ക് തുറന്നടിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിനെ പോലൊരാളെ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ ലൈംഗിക കേസുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ അതിശക്തമായി തുടക്കം മുതൽ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അമ്മ സംഘടനയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആലുവ സ്വദേശിനിയെ കൃത്യമായും അവരെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചു എന്ന പരാതി അതിശക്തമാണ്. മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. CPIMൽ ആദ്യമായി ഒന്നുമല്ല ഇത്തരത്തിൽ പല വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ പല MLA-മാർക്കെതിരെയും ഉണ്ടാകുന്നത്. നിരവധിയായ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ വിഷയം വന്നിട്ടുണ്ട്. അതെല്ലാം മുഖ്യമന്ത്രിയായിരുന്നാലും CPIMന്റെ നേതൃത്വമായിരുന്നാലും കണ്ണ് അടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അമ്മ അസോസിയേഷൻ പറയുന്നത്, പ്രത്യേകിച്ച് KV ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെ സ്ത്രീ വിഷയം പറഞ്ഞ് ഇതിനെ തകർക്കാൻ ശ്രമിച്ചാലും അമ്മ അസോസിയേഷൻ അങ്ങനെ തകരില്ല, അത് വീണ്ടും ഊർജ്ജസ്വലമായി തിരിച്ചു വരും എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ആകെപ്പാടെ നാണം കെട്ട് നാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അസോസിയേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാന ഭാരവാഹികൾ പലരും ആകെപ്പാടെ ഈ കാര്യത്തിൽ ബേജാറിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന നിമിഷം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മാറിക്കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. പല ആളുകളെ കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള കൺസെപ്റ്റ് തന്നെ മാറി മറിച്ച ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുകേഷിന്റെ വിഷയത്തിൽ നിരവധിയായ നടിമാർ പറഞ്ഞ ആരോപണം, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാവായ വീണ എസ് നായർ പറഞ്ഞ ഒരു വാക്യമുണ്ട്. സ്ത്രീകളെ കാണുമ്പോൾ മുകേഷിന് എന്തോ പോലെ എന്ന രീതിയിലൊക്കെ വീണ എസ് നായർ പറഞ്ഞ വാക്കുകൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരണം നേടിയ വിഷയങ്ങളാണ്. ഏതായാലും മുകേഷ് ജയിലിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.